ാണ് ചേർന്നത്. വേങ്ങരയിലെ UDF സ്ഥാനാർത്ഥി KM ഷാജിയെ പരോക്ഷമായി വിമർശിച്ച് കോൺഗ്രസിന്റെ ഗ്രൂപ്പ് യോഗം. വേങ്ങരയിൽ KM ഷാജിക്കല്ല VD സതീശിന് വേണ്ടി വോട്ട് ചെയ്യണമെന്ന യോഗം. ഷാജി നല്ലവൻ അല്ലെങ്കിലും കോൺഗ്രസിനെ എപ്പോഴും അധിക്ഷേപിക്കുന്ന ആളാണെങ്കിലും അദ്ദേഹത്തിന് വോട്ട് ചെയ്യും. സതീശിനെ ശക്തിപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടു കൂടിയാകും ഈ വോട്ട് രേഖപ്പെടുത്തുക എന്നാണ് ആ ഗ്രൂപ്പ് യോഗത്തിലെ ഒരു പ്രഖ്യാപനം. വേങ്ങരയിൽ KM ഷാജിയെ സ്ഥാനാർത്ഥിയാക്കിയതിൽ കോൺഗ്രസിൽ ഭിന്നത രൂക്ഷമാണ്. CV അനുമോദ് അതിൻ്റെ വിവരങ്ങൾ നൽകും. അനുമോദ്, ഈ കോൺഗ്രസിൻ്റെ ഈ എതിർപ്പ് ഇങ്ങനെ പരസ്യമായിട്ടൊക്കെ വരുന്നത് അത് ഷാജിക്ക് ക്ഷീണമാണല്ലോ. എന്താണ് ഇത്രമാത്രം വിരോധം ഷാജിയോട് അവിടെ? ഇത് തെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് പ്രാദേശികമായിട്ട് ഗ്രൂപ്പ് യോഗം ചേർന്നപ്പോൾ ഉണ്ടായതിൻ്റെ ദൃശ്യങ്ങളും സംഭാഷണങ്ങളുമാണ്. നമുക്ക് ആ സംഭാഷണം പ്രേക്ഷകരെ കേൾപ്പിക്കാൻ കഴിഞ്ഞാൽ അതിൽ കുറെ കൂടി ഒരു വ്യക്തത നൽകാൻ കഴിയും. ആ സംഭാഷണത്തിൻ്റെ നമ്മൾ സംപ്രേഷണം ചെയ്യുന്ന സംഭാഷണ അവസാന ഭാഗത്താണ് ഈ കാര്യങ്ങൾ കൃത്യമായിട്ട് പറയുന്നത്. അതിൽ KM ഷാജിക്കല്ല VD സതീശനാണ് നമ്മൾ വോട്ട് ചെയ്യുന്നത്. അതായത് ഇവിടെ UDF ജയിക്കേണ്ടത് അവരുടെ ആവശ്യമാണ്. പക്ഷേ KM ഷാജി എന്ന വ്യക്തി, അദ്ദേഹത്തിൻ്റെ നേതാവ് ഒരുപാട് കോൺഗ്രസിനെ വിമർശിക്കുകയും ഒക്കെ ചെയ്യുന്നതാണ്. നമുക്ക് വ്യക്തിപരമായിട്ട് അദ്ദേഹത്തോട് യോജിക്കാൻ കഴിയില്ലെങ്കിലും രാഷ്ട്രീയമായിട്ട് നമ്മൾ വേങ്ങരയിൽ ഇത്തവണ UDFനെ വിജയിപ്പിക്കണം, അല്ലെങ്കിൽ UDFന് ഭൂരിപക്ഷം നൽകേണ്ടതുണ്ട്. ആ ഒരു സാഹചര്യത്തിൽ മറ്റ് ഷാജിയോടുള്ള എതിർപ്പുകളും അതൃപ്തിയും ഒക്കെ മാറ്റിവെച്ച് നമ്മൾ ഈ തരത്തിൽ VD സതീശിന് വേണ്ടി എന്ന തരത്തിൽ വോട്ട് ചെയ്യണം എന്നാണ് ആ ഒരു ഗ്രൂപ്പ് യോഗത്തിൻ്റെ സംഗ്രഹമായിട്ടുള്ളത്. നമുക്ക് ആ ദൃശ്യങ്ങളും അതേപോലെ അവർ സംസാരിക്കുന്ന അവരെ പ്രസംഗത്തിൽ പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ കഴിഞ്ഞാൽ, അല്ലെങ്കിൽ അത് പ്ലേ ചെയ്യാൻ കഴിഞ്ഞാൽ കുറെ കൂടി ഈ കാര്യങ്ങൾ ഒരു വ്യക്തമാവും. എന്താണെങ്കിലും ഇത് തെരഞ്ഞെടുപ്പിനെ UDFനെ കാര്യമായി ബാധിക്കില്ല എന്നാണ് UDFിലുള്ളവർ ആത്മവിശ്വാസം പറയുന്നത്. പക്ഷേ മറുവശത്ത് ഇടതുപക്ഷം സഭാ ഗുണ്ടപുഴയ്ക്കലിൻ്റെ നേതൃത്വത്തിലുള്ള സംഘം ഇതിന് ഈ ഒരു മീറ്റിങ്ങിന് വലിയ തോതിൽ ഉപയോഗപ്പെടുത്തുന്നുണ്ട്. കാരണം UDFന് പോലും ഉൾക്കൊള്ളാൻ കഴിയാത്ത ഒരാളെയാണ് മത്സരിപ്പിക്കുന്നത് ഇവിടെ UDF നേതൃത്വം എന്ന തരത്തിലാണ് അവരുടെ ഭാഗത്തു നിന്നുള്ള പ്രചരണം ഉണ്ടാകുന്നത്. സ്വാഭാവികമായിട്ടും തെരഞ്ഞെടുപ്പിൻ്റെ ദിവസങ്ങളിൽ ഇത് വലിയ ചർച്ചയാകും. വേങ്ങര പോലൊരു മണ്ഡലത്തിൽ അത് UDFന് ജയത്തെ ബാധിക്കുന്നു എന്നല്ലെങ്കിൽ പോലും ഭൂരിപക്ഷത്തെ ഇത്തരത്തിലുള്ള വിവാദങ്ങൾ അത് UDFിലെ ചെറിയ അതിർത്തി പോലും എങ്ങനെ ബാധിക്കും എന്നുള്ളതൊക്കെയാണ് കണ്ടു തന്നെ അറിയേണ്ടതായിട്ടുള്ളത്. എന്തോ CV അനുമോദാണ് വിവരങ്ങൾ നൽകിയത്. അനുമോദം എന്താണെങ്കിലും നമുക്ക് ആ വിഷ്വൽസും ഓഡിയോയും അല്പസമയത്തിനകം തന്നെ പ്രേക്ഷകരിലേക്ക് എത്തിക്കാമെന്ന് കരുതുന്നു. എന്താണെങ്കിലും ചില സാങ്കേതിക തടസ്സങ്ങൾ കൊണ്ടാണ്. അനുമോദാണ് വിവരങ്ങൾ നൽകിയത് മലപ്പുറത്ത് നിന്ന്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം YouTube ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.